ഇന്നലെ രാത്രി ജ്യോതികുമാർ ചാമക്കാല എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ചാനലിലൊക്കെ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ ഇന്നലെ അവിടെ മാധ്യമങ്ങളുടെ മുൻപിൽ ആക്രോശിക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ. ഞാൻ അതൊന്ന് പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഒന്ന് എത്തിച്ചിട്ട് ഞാൻ ശരത്തിലേക്ക് മടങ്ങി വരാം, ഒന്ന് തുടരുക, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ഇന്നലെ കണ്ട പ്രകടനം എന്തായിരുന്നെന്നും അതിനുശേഷം ഇന്നിപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപകടമല്ലത്, സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണിത്. അപകടമെന്ന് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യരുത്. ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്. ഈ കൊലപാതകത്തിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നില്ല. ശരത്ത്, ഇതാണ് ജ്യോതികുമാർ ചാമക്കാല ഇന്നലെ രാത്രി ആ സമരനാടകത്തിന്റെ മുൻപിൽ നിന്ന് മാധ്യമങ്ങളോട് ആക്രോശിച്ചത്. ഇതൊരു അപകടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന് അലറിക്കൊണ്ട് തിരിച്ചു പറയുകയാണ്. KSEBയെ കുറ്റം പറഞ്ഞു. എന്തർത്ഥത്തിലാണ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു ഒരു ഒരു പരാമർശം നടത്താൻ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കഴിഞ്ഞത്? ഇപ്പോൾ നമ്മുടെ മുൻപിൽ സത്യം വ്യക്തമാണല്ലോ. ഒരു കാട്ടുകള്ളൻ കെണി വെച്ച് പന്നിയെ പിടിക്കാൻ ശ്രമിച്ച് അതിന് ഇറച്ചി വിൽക്കാൻ ശ്രമിച്ചതാണ് ആ കുട്ടിയുടെ മരണത്തിലേക്ക് ഇടയാക്കിയത്. അയാൾക്ക് കോൺഗ്രസ് നേതൃത്വവുമായി വളരെ അടുത്ത ബന്ധങ്ങൾ നിൽക്കുന്നു. ഇനി ഇതിനൊക്കെ ശേഷം ഈ ബഹളമൊക്കെ കഴിഞ്ഞ് ചാമക്കാലയും സംഘവും ഒരു മിൽമ ബാറിന് മുൻപിലേക്ക് പോയിട്ട് അതിന് മുന്നിൽ നിന്ന് ചിരിച്ച് കളിച്ച് എല്ലാവരും കൂടി സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. നോക്കൂ, അവരുടെ ആത്മാർത്ഥതയാണ് ഞാൻ പറയുന്നത്. ഈ ബഹളമെല്ലാം ഉണ്ടാക്കിയതിനു ശേഷം ആ സെൽഫി ഇപ്പോൾ നമ്മൾ ഓൺഎയറിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രിയിൽ സുഹൃത്തുക്കളോടൊപ്പം ഈ കുട്ടിയുടെ മരണത്തിനെതിരെ പ്രതിഷേധിച്ചിട്ട് പോയതാണ്. അവരുടെ ആത്മാർത്ഥത കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ദൃശ്യം ഇപ്പോൾ കാണിച്ചത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ പരിസരം ഒരുക്കിയെടുത്തുകൊണ്ട് നിലമ്പൂരിൽ ഇതുവരെ ഇല്ലാത്തൊരു വോയിസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമമാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. ഏതായാലും വിമർശനങ്ങൾ വന്നപ്പോൾ ഈ പോസ്റ്റ് അടക്കം വലിച്ച് ചാമക്കാലയ്ക്ക് ഒളിച്ചോടേണ്ടി വന്നിട്ടുണ്ട്. മനു പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു പകൽ ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ നിലനിന്ന് ഞങ്ങൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിനും സ്ഥാനാർത്ഥിക്കും അടക്കം കഴിയാതെ പോകുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചാമക്കാലയുടെ മാധ്യമപ്രവർത്തകൻ ഒരു അപകടം എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അതിലിടപെടുന്നു. അത് നമുക്ക് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. അതൊരു അപകടമായി സിംപ്ലിഫൈ ചെയ്യരുത്. സംശയമൊന്നുമില്ല, അതൊരു അപകടം എന്ന നിലയിൽ സിംപ്ലിഫൈ ചെയ്യാനേ പറ്റില്ല. അതിനകത്തൊരു ഗുരുതരമായ ക്രിമിനൽ കുറ്റം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ രാത്രിയിൽ, ആ അർദ്ധരാത്രിയിൽ അടിസ്ഥാനത്തിലാണ് ഇതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകം എന്ന നിലയിലേക്ക് പറഞ്ഞത്? UDF സ്ഥാനാർത്ഥി പറഞ്ഞതായി തന്നെ ഞാനൊരു ചാനലിൻ്റെ സോഷ്യൽ മീഡിയ കാർഡ് കണ്ട്, ഒരു പോസ്റ്റർ കണ്ടതെന്ന് വെച്ചാൽ KSEB സ്പോൺസേഡ് മർഡർ എന്ന് പറഞ്ഞിട്ട് UDF സ്ഥാനാർത്ഥിയുടെ ചിത്രമാണ് കണ്ടത്. ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ആ നിലപാടിൽ നിന്ന് മുന്നോട്ട് പോകണ്ടേ? പകരം ഇന്ന് രാവിലെ ആ പ്രതി പിടിക്കപ്പെടുന്നു. അയാൾ നിരന്തരമായി ഇങ്ങനെ ചെയ്യുന്നയാളാണ്. അതിൽ ആ ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വവും ഇടപെടേണ്ട രീതിയിൽ ഇടപെടാതിരുന്നതും അതുപോലെ കാട്ടുപന്നികളെ കൊല്ലുന്നതിൽ വഴിക്കടവ് പഞ്ചായത്ത് കാട്ടിയിട്ടുള്ള വിമുഖതയും ഒക്കെ പുറത്തു വരുമ്പോൾ, കണക്ക് സഹിതം പുറത്തു വരുമ്പോൾ, ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ആ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള പഞ്ചായത്തുകളിൽ ഏറ്റവും പിന്നിലാണ് വഴിക്കടവ്. അവിടെയാണ് ഇങ്ങനെ നായാട്ട് സംഘമുള്ളത്. അയാളുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അയാളും കോൺഗ്രസും തമ്മിലുള്ള ബന്ധമെന്ത് എന്ന ചോദ്യം വരുന്നത്. അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ ഈ പ്രതിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയരുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വസ്തുതകൾ വെളിപ്പെടുമ്പോൾ ഒരു അർദ്ധരാത്രിയിൽ ഇതൊരു സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ് എന്ന് എന്തുത്തരവാദിത്വത്തോടെയാണ് ഈ പൊതുപ്രവർത്തകർ, ഈ നേതാക്കൾ പറഞ്ഞത് എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നമാണ്, ഒരു വിഷയമാണ്. ഇതിനെയെല്ലാം രാഷ്ട്രീയ വോട്ടിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ആയുധമായി മാത്രം പരിമിതപ്പെട്ട് കാണുന്ന നേതാക്കന്മാരായി ചുരുങ്ങുന്നു എന്ന ശക്തമായ വിമർശനം ഈ വിഷയം ഈ നേതാക്കൾക്ക് നേരെ ഉയർത്തുന്നുണ്ട്. അപ്പുറത്ത് അനന്തുവിൻ്റെ കുടുംബം, അവരുടെ വേദന, അവർക്കുണ്ടാകുന്ന വലിയ ആഘാതം, തകർച്ച, അത് മനസ്സിലാക്കാനും കഴിയുന്നത്ര അവർക്കൊപ്പം നിൽക്കുക എന്ന നിലയിലൊരു നാട് സഹകരിച്ചും ചേർന്ന് നിൽക്കുന്നതാണ്. അവിടെ ആളുകൾ പറഞ്ഞില്ലേ, ചെറുപ്പക്കാരൊക്കെ പറയുന്നത് നമ്മൾ കണ്ടാണല്ലോ. ഇപ്പോൾ അവിടെ വ്യാപകമായി വാഴക്കൃഷിയുണ്ട്. ഈ നിലമ്പൂർ മണ്ഡലത്തിൽ സഞ്ചരിച്ചാൽ പലയിടത്തും നമുക്കത് കാണാം. മലപ്പുറത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് ഈ വലിയ മഴക്കാലത്ത് കണ്ടാണ് വാഴക്കൃഷി നാശത്തെക്കുറിച്ചൊക്കെയുള്ള നിരവധി റിപ്പോർട്ടുകൾ വന്നു. അവർ തന്നെ പറയുന്നത് കേട്ടില്ലേ, വാഴക്കൃഷിയൊക്കെയുള്ള ഈ കൃഷി സ്ഥലങ്ങളെ സംരക്ഷിക്കാനാണെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യുന്നത്. അത് കമ്പി കൊണ്ടുവന്ന് വൈദ്യുതി മോഷ്ടിച്ച് പലയിടങ്ങളിലായി ഇടുകയില്ലേ, തുടർച്ചയായി അതൊരു ഫെൻസിങ് സ്വഭാവത്തിൽ വരും. നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഇതങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് എന്ന് ഇവർ തന്നെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ ഈ നിലമ്പൂരിനും അപ്പുറം കേരളമെമ്പാടും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വസ്തുതകൾ ബോധ്യപ്പെടുമ്പോൾ അർദ്ധരാത്രിയിൽ അതിലൊരു രാഷ്ട്രീയം കണ്ടെത്തി രാഷ്ട്രീയത്തിൽ ആരോപിച്ച് വോട്ട് നേടാൻ ശ്രമിച്ച നേതാക്കൾ ഇപ്പോൾ നിശബ്ദരായി മാറി നിൽക്കേണ്ടി വരുന്നു എന്ന ഗുരുതരമായ സാഹചര്യം രാഷ്ട്രീയമായി അവർ നേരിടുന്നുണ്ട്. പല ചോദ്യങ്ങളും അവർക്ക് മുമ്പാകെ ഉണ്ട് താൻ. ശരി, ആ ചോദ്യങ്ങൾക്കാണ് അവർ മറുപടി പറയേണ്ടത്. അതിന് പറ്റാത്തതുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസ് നേതൃത്വം വല്ലാതെ സൈലന്റ് ആയി പോകുന്നത്.